ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടി സി ഹാൻഡ് വർക്ക്സ്. ഇന്ന് നമുക്ക് നല്ല ഭംഗിയുള്ളൊരു ബോർഡർ ഡിസൈൻ നോക്കാം. ഈ ഡിസൈനാണ് നമ്മൾ ചെയ്യാൻ പോണത്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ 4 കളേഴ്സിലുള്ള ത്രെഡുകളാണ് ഉപയോഗിക്കുന്നത്. ഡോലിയുടെ ത്രെഡ്സാണ് ഉപയോഗിക്കാൻ പോണത്. ഓൾറെഡി ഈ ഭാഗവും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിഡിൽ പോർഷനാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് 2 സ്റ്റിച്ചസ് ഉപയോഗിച്ചിട്ടാണ്. അതിനകത്ത് ഈ കാണുന്നതൊക്കെ സ്ട്രെയിറ്റ് സ്റ്റിച്ചസ് ആണ്. പിന്നെ ഇത് ലേസി ഡീസി സ്റ്റിച്ചാണ്. ആകെ 2 സ്റ്റിച്ചസ് മാത്രമേ ഈ ഡിസൈനിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യാമെന്ന്. ഇതിനകത്ത് ഇന്നർ ലൈൻസ് ആദ്യത്തെ ഒരു കളർ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നു. ഏറ്റവും ഡാർക്ക് ഷെയ്ഡ് ഉപയോഗിച്ചിട്ട് ആദ്യത്തെ, പിന്നെ ഉള്ളത് രണ്ടാമത് വരുന്നത് അതിനെല്ലാം ലൈറ്റ് ആയിട്ടുള്ളത്, പിന്നെ വീണ്ടും ലൈറ്റ് ആയിട്ടുള്ളത്, പിന്നെ ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ളത്, അങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. അതിനകത്ത് ഏറ്റവും ഡാർക്കായിട്ടുള്ള ഷെയ്ഡാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് 2 ലെയറായിട്ടാണ് എടുത്തേക്കണേ. ഇങ്ങനെ ഈ ഒരു ലെയർ സൂചിമ പുറത്തിട്ട് 2 അറ്റം കൂടെ ഒന്നിച്ച് വെച്ച് നോട്ടിട്ട് വെച്ചു. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് ഈ പോയിന്റിൽ സൂചി താഴ്ത്തുനിന്ന് മേലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് നേരെ ഇതിനകത്ത് ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് കൊടുക്കുക. ഇപ്പം നോക്കുമ്പോൾ ഈ നൂല് ആകെ പിരിഞ്ഞ് കിടക്കണ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ താഴെ അതൊന്ന് തിരിച്ച് അത് സ്ട്രെയിറ്റ് ആക്കി ഇടുക. ഏത് ദിവസത്തേക്ക് തിരിക്കുമ്പോഴാണ് അത് സ്ട്രെയിറ്റ് ആവണേ അത് നോക്കിയിട്ട് ഒന്ന് സ്ട്രെയിറ്റ് ആക്കി ഇടുക. ഇനി ചെയ്യാൻ പോകുന്നതൊക്കെ ഇതുപോലെയുള്ള സ്ട്രെയിറ്റ് സ്റ്റിച്ചസ് ആണ്. അപ്പോൾ ഓരോ പ്രാവശ്യം ഇതൊരെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു ലൈൻ സ്ട്രെയിറ്റ് സ്റ്റിച്ചും കൂടെ കൊടുക്കും. അങ്ങനെ എല്ലാതും ചെയ്തെടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്. പിന്നെ അറ്റെത്തുമ്പോൾ ഇവിടെയൊക്കെ ലേസി ഡീസി സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതുവരെ നമുക്ക് ഓരോ സ്ട്രെയിറ്റ് സ്റ്റിച്ചുകളായിട്ട് ചെയ്തു പോവാം. പിന്നെ ഓരോന്നും ഓരോരോ കളേഴ്സിലാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം ഈ കളറിൻ്റെ ആദ്യം കംപ്ലീറ്റ് ചെയ്യാം. അത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് കളറിൻ്റെ കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെ ചെയ്തു പോകാം. ഇനി നമ്മൾ നേരത്തെ എവിടെയാണോ സൂചി മേലേക്ക് കൊണ്ടുവന്നത് അതിൻ്റെ തൊട്ടടുത്തായിട്ട് സൂചി വീണ്ടും മേലേക്ക് കൊണ്ടുവരാം. ഈ പോയിന്റിൽ എന്നിട്ട് ഇവിടെ കൊണ്ടുപോയിട്ട് സൂചി താഴത്തേക്ക് കൊണ്ടുപോകാം. ശരിക്കല്ല കിടക്കണമെന്ന് വെച്ചാൽ ഒന്ന് ശരിയാക്കിയിടാം. ഒന്ന് തിരിച്ച് റൊട്ടേറ്റ് ചെയ്തിടാം. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള പോയിന്റിൽ സൂചി മുകളിലേക്ക് കൊണ്ടുവരണം. തൊട്ടടുത്ത പോയിന്റ് ആയിരിക്കണം, അടുത്തായിട്ട് കിടക്കണം. ഇനി ഈ പോയിൻ്റ് തൊട്ടടുത്ത് ഇതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് സൂചി താഴത്തേക്ക് കൊണ്ടുപോകുക. തൊട്ടടുത്തായിട്ട് അതേ ലെങ്ത്തിൽ തന്നെ. ഇപ്പോൾ നൂല് ശരിക്കല്ല ഇരിക്കണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ശരിക്കാക്കാം. അപ്പോൾ ഈ കേസിൽ വലിയ കുഴപ്പമില്ല. ഇനി വീണ്ടും ഇവിടെ ഈ പോയിന്റിൽ സൂചി മേലേക്ക് കൊണ്ടുവരാം. ഇനി ഇവിടെ ഇതിൻ്റെ തൊട്ടടുത്ത പോയിന്റിൽ സൂചി താഴത്തേക്ക് കൊണ്ടുവരാം. നൂലൊന്ന് ശരിക്ക് വയ്ക്കുക. അപ്പോൾ ഒരെണ്ണം കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പോയിന്റിൽ സൂചി മേലേക്ക് കൊണ്ടുവരാം. ഇനി ചെയ്യാനുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചെയ്തു പോയാൽ മതി. ഓരോരോ സ്ട്രെയിറ്റ് സ്റ്റിച്ചുകളായിട്ട് അടുപ്പിച്ചടുപ്പിച്ച് 2 സ്ട്രെയിറ്റ് സ്റ്റിച്ചുകൾ അടുത്തടുത്തായിട്ട് കൊടുക്കണം.
അത്രയേ ഉള്ളൂ. അങ്ങനെ ഇത് മൊത്തം കംപ്ലീറ്റ് ചെയ്തെടുക്കുക. നമ്മൾ ഒരു കളറിൻ്റെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനെ പുറകിലൊരു നോട്ടിട്ട് സെക്യൂർ ചെയ്യാം. ഇതുപോലെ തന്നെ ഇനി അടുത്ത കളർ എടുത്ത് അടുത്തൊരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ ഓരോ കളറിനെയും കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇവിടുത്തെ ഈ കാണുന്നതെല്ലാം ഇതൊക്കെ ലേസി ഡേസി സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ നിന്ന് തുടങ്ങാം. ഇനി നമുക്ക് ഇതിൻ്റെ നടുക്കിൽ ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് കൊടുക്കാം. ഇവിടെ കുറച്ച് ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നുണ്ട്, അവിടെ ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ ഇനിയുള്ളതെല്ലാം നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അടുത്തത് നമുക്ക് ഇവിടെ ചെയ്യാം.
ഇത് ഫുള്ളും കംപ്ലീറ്റ് ചെയ്തു. കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു ലുക്കാണ്. ഇത് നമ്മുടെ ചുരിദാറിൻ്റെ നെക്കിൻ്റെ താഴെയും അല്ലെങ്കിൽ സ്ലീവ്സുമൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡിസൈനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാണ്. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.